ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാശി യാത്രയിലെ ഒടുവിലത്തെ ദിനത്തിലെ ചില ക്ഷേത്ര ദർശനങ്ങളാണ് ഞാനിന്ന് കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ദുർഗാ മന്ദിർ, ദുർഗാ കുണ്ട്, വാരണാസിയിലെ വിശേഷപ്പെട്ട വളരെ അത്യാകർഷകമായ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം 18-ാം നൂറ്റാണ്ടിൽ ബംഗാളിലെ നാറ്റോർ എന്ന സ്ഥലത്തെ റാണിയായിരുന്ന റാണി ഭവാനിയാണ് നിർമ്മിച്ചത്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. കാശി രാജാവിൻ്റെ പുത്രി ശശികലയും സുദർശന രാജകുമാരനും തമ്മിലുള്ള വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വലിയൊരു യുദ്ധമുണ്ടായി എന്നും ആ യുദ്ധത്തിൽ സഹായിക്കാനെത്തിയത് ദേവിയാണെന്നും ആ ദേവി യുദ്ധശേഷം ഇവിടെ തന്നെ വസിക്കണമെന്ന് രാജാവ് അപേക്ഷിച്ചതനുസരിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്നുമാണ് പറയപ്പെടുന്നത്. വളരെ അത്യാകർഷകമായ ഒരു ക്ഷേത്രമാണ്, വളരെ മനോഹരമാണ്. ചുവപ്പ് നിറമാണ് ഈ ക്ഷേത്രത്തിന് നൽകിയിരിക്കുന്നത്. അതിൻ്റെ രൂപകൽപ്പന ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ളതാണ്. വടക്കേ ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു നാഗര ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഒട്ടനവധി ചെറു ശിഖരങ്ങൾ ചേർന്നതുപോലുള്ള ഗോപുരങ്ങൾ കാണാൻ വളരെ മനോഹരമാണ്. ഈ ക്ഷേത്രത്തോട് ചേർന്ന് വളരെ വലിയൊരു കുളമുണ്ട്. ക്ഷേത്ര പരിസരത്തെല്ലാം ധാരാളം കുരങ്ങന്മാരാണ്. വാരണാസിയിൽ എവിടെ നോക്കിയാലും കുരങ്ങന്മാർ ഒത്തിരിയുണ്ട്. വാരണാസിയിലെ ദുർഗാ കുണ്ട് റോഡിലാണ് ഈ ക്ഷേത്രമുള്ളത്. സങ്കടമോചൻ ഹനുമാൻ ക്ഷേത്രവും ഇതിൻ്റെ സമീപത്തായിട്ടുണ്ട്. ദുർഗയ്ക്ക് പുറമെ ലക്ഷ്മി, സരസ്വതി, കാളി തുടങ്ങിയ ദേവിമാരുടെ എല്ലാം വിഗ്രഹങ്ങളുണ്ട്. നവരാത്രി കാലത്താണ് ഇവിടെ ഏറ്റവും വലിയ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ സന്ദർശന സമയം എന്ന് പറയുന്നത് വെളുപ്പിന് 5 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും അതുപോലെ വൈകുന്നേരത്ത് 4 മണി മുതൽ 9 മണി വരെയുമാണ്. ഇവിടുത്തെ പുഷ്പാർച്ചന നടക്കുന്നത് ചുവന്ന പൂക്കൾ കൊണ്ടാണെന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ചും ജമന്തി പൂക്കൾ കൊണ്ടാണ് അർച്ചന. ശക്തിയുടെ പ്രതീകമായിട്ട് ഇവിടെ സിന്ദൂരം സമർപ്പിക്കുന്ന ഒരു വഴിപാടുണ്ട്. ഇവിടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നതിന് വളരെ നല്ല റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫോട്ടോസും വീഡിയോസും ഒന്നും ഞാൻ അധികം എടുത്തില്ല. റെസ്ട്രിക്ഷൻസ് അവിടെയൊക്കെ വേണ്ടതുമാണ്. പിന്നീട് ഞങ്ങൾ പോയത് ഈ ദുർഗാക്ഷേത്രത്തിൽ നിന്നും 250 മീറ്റർ മാത്രം അകലെയുള്ള തുളസി മാനസ മന്ദിറിലേക്കാണ്. ശ്രീ സത്യനാരായൺ തുളസി മാനസ മന്ദിർ എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട്. വാരണാസിയിൽ വന്നാൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രമാണിത്. പ്രശസ്തമായ രാമചരിതമാനസം രചിച്ച ഗോസ്വാമി തുളസീദാസിൻ്റെ സ്മരണാർത്ഥം 1964 നിർമ്മിച്ച ക്ഷേത്രമാണിത്. വെള്ള മാർബിളിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം അതിൻ്റെ മനോഹരമായ വാസ്തുവിദ്യ കൊണ്ട് പേരുകേട്ടതാണ്. ക്ഷേത്രത്തിൻ്റെ ചുമരുകളിലെല്ലാം രാമചരിതമാനസത്തിലെ വരികൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഇതേറെ ആകർഷകമായൊരു കാഴ്ചയാണ്. ഇവിടെ ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ, ഹനുമാൻ എന്നിവരുടെയൊക്കെ വിഗ്രഹങ്ങളാണ് ആരാധിക്കുന്നത്. ഇവിടെ എത്തുന്ന എല്ലാവരും ഇവിടെ എത്തി നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ക്ഷേത്രത്തിൻ്റെ മുകളിലെ നിലയിലും രാമായണത്തിലെ വിവിധ സന്ദർഭങ്ങളെ ചിത്രീകരിക്കുന്ന പപ്പറ്റ് ഷോയൊക്കെ കാണാൻ സാധിക്കും. വിനോദസഞ്ചാരികളെയും കുട്ടികളെയും ഒക്കെ ഒരുപോലെ ആകർഷിക്കുന്ന ഒന്നാണിത്. വാരണാസിയിലെ ദുർഗാകുണ്ട് ക്ഷേത്രത്തിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ വാരണാസിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ധാരാളം മനോഹരമായ സ്ഥലങ്ങളുണ്ട്, മനോഹരമായ ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും ഇതൊക്കെ സന്ദർശിക്കേണ്ട സ്ഥലങ്ങളാണ്. ഒക്ടോബർ മുതലുള്ള സമയമാണ് ഇവിടെയൊക്കെ വരാൻ പറ്റിയ ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത്. ഇവിടെ ഞങ്ങൾക്ക് കൂടുതൽ സമയമൊന്നും സ്പെൻഡ് ചെയ്യാൻ കിട്ടിയില്ല. അതുകൊണ്ട് എല്ലാവർക്കും പപ്പറ്റ് ഷോയൊന്നും കാണാനും കഴിഞ്ഞില്ല. പിന്നീട് ഞങ്ങൾ പോയത് സങ്കടമോചൻ ഹനുമാൻ ക്ഷേത്രത്തിലേക്കാണ്. അത് ഈ ക്ഷേത്രത്തിൻ്റെ എതിർദിശയിലുള്ള റോഡിൽ കൂടെ പോയാൽ മതിയായിരുന്നു. പേര് പോലെ തന്നെ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നൽകുന്നവൻ എന്നർത്ഥം വരുന്ന പേരാണ് ഈ ഹനുമാൻ ക്ഷേത്രത്തിനുള്ളത്. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്ത കവിയും സന്യാസിയുമായിരുന്ന ഗോസ്വാമി തുളസീദാസാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. അദ്ദേഹം ഭഗവാനെ നേരിൽ കണ്ടുവെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്താണ് പ്രശസ്തമായ ഈ ക്ഷേത്രം ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്തമായ രാമചരിതമാനസം എഴുതിയതും ഈ ക്ഷേത്ര പരിസരത്ത് വെച്ചാണെന്ന് പറയപ്പെടുന്നു. ഇവിടെ മറ്റ് ക്ഷേത്രങ്ങളിലേക്കാളും വളരെ സ്ട്രിക്റ്റായിരുന്നു. ഫോൺ, ക്യാമറ ഒന്നും അകത്തേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. നല്ല തിരക്കുള്ള സമയമായിരുന്നു. ഞങ്ങളകത്ത് കയറി നന്നായിട്ട് തൊഴുതു. ശ്രീരാമൻ്റെ അഭിമുഖമായിട്ടാണ് ഇവിടെ ക്ഷേത്രത്തിൽ ഹനുമാൻ്റെ പ്രതിഷ്ഠയുള്ളത്. ചൊവ്വയും ശനിയും വളരെ വിശേഷമായിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ ലഡുവാണ് ഏറ്റവും വലിയ വഴിപാട്. അതൊക്കെ ഞങ്ങളും വാങ്ങിച്ചു. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കാശി ഹിന്ദു വിശ്വവിദ്യാലയ എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്ന വിശ്വപ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെയുള്ള കാശി വിശ്വനാഥ ക്ഷേത്രം ദർശിക്കാനാണ് ഞങ്ങളിപ്പോഴെത്തിയിട്ടുള്ളത്.
ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരം വളരെ ദൂരെ നിന്ന് തന്നെ കാണാം. വേൾഡിലെ ടോളസ്റ്റ് ടെമ്പിൾ ടവറാണ് എന്ന പ്രത്യേകതയും ഈ ഗോപുരത്തിനുണ്ട്. 76 മീറ്റർ ഹൈറ്റാണ്. ഈ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസിൽ തന്നെ ഇഷ്ടംപോലെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല തണലൊക്കെയുള്ള ഒരു പ്രത്യേക അന്തരീക്ഷമാണിവിടെ. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയുടെ പ്ലാൻ അനുസരിച്ചാണ് ഇവിടെ കാശിയിലെ വിശ്വനാഥ ടെമ്പിൾ മാതൃകയിൽ ഇവിടെ ഇതുപോലൊരു മഹാക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ബിർള ഫാമിലിയാണ് ഇങ്ങനെ ഒരു ക്ഷേത്രം ഇവിടെ പണിയെടുപ്പിച്ചിരിക്കുന്നത്. 1930 പണിതെങ്കിലും 1966 ഇത് ഫിനിഷ് ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1911 ശ്രീ മദൻ മോഹൻ മാളവ്യ അഭിഭാഷക വൃത്തി ഉപേക്ഷിച്ച് അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും കാശി നരേഷ് രാമേശ്വർ സിംഗ് ബഹാദൂറിൻ്റെയും സഹായ സഹകരണത്തിലൂടെ 1916 രൂപം കൊടുത്തതാണ് കാശി ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ബനാറസിലെ ഈ ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ തന്നെയാണ് ഈ ക്ഷേത്രമുള്ളത്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വലിയൊരു ക്ഷേത്രമാണ്. അകത്തേക്കൊന്നും കയറാൻ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ മാതൃകയിലാണെങ്കിലും അവിടുത്തെ പോലെ കാശി വിശ്വനാഥ ടെമ്പിളിലെ പോലെ അത്രയും തിരക്കൊന്നും ഇവിടെ അനുഭവപ്പെട്ടില്ല. വലിയ ക്യൂ ഒന്നുമില്ലാതെ തന്നെ ഞങ്ങൾക്ക് അകത്തേക്ക് പ്രവേശനം ലഭിച്ചു. നമുക്ക് വിശ്വനാഥമൂർത്തിക്ക് നേരിട്ട് ജലധാര ചെയ്യാൻ പറ്റുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. അവിടെ നിന്നും ശിവലിംഗത്തിൽ പൂജിച്ചെടുത്ത എരിക്കുമ്പൂ കൊണ്ടുള്ള ഒരു മാല പൂജാരി എനിക്ക് നൽകുകയുണ്ടായി. ഒരു ഭക്തനെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ക്ഷേത്രത്തിൽ നിന്ന് ഒരു പൂക്കളോ മാലയോ ഒക്കെ ലഭിക്കുന്നത്. തിരക്കില്ല എന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങാനായിട്ട് കഴിഞ്ഞു. പുറത്തെ കാഴ്ചകളും അതിമനോഹരമാണ്. പുറത്ത് കുറേ മണ്ഡപങ്ങളെല്ലാം കാണുന്നുണ്ട്. അതുപോലെ വലിയ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഗാർഡനും പരിസരവും ഈ ക്ഷേത്രത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. ബന്ദിപ്പൂക്കളൊക്കെ നിറയെ പൂത്ത് നിൽക്കുന്ന ഒരു ഗാർഡനാണ്. അതുപോലെ നല്ല രീതിയിൽ ഇലച്ചെടികളൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. സുന്ദരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അവരിടാൻ പറഞ്ഞിടത്ത് ഞാൻ ഇട്ടു. നല്ല വലിയ ഒരു മാവ് നിറയെ പൂത്ത് നിൽക്കുകയാണ്. എല്ലാവരും അതിൻ്റെ ചുവട്ടിൽ പോയി നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ഞാനും കുറേ ഫോട്ടോസൊക്കെ അവിടെ നിന്നെടുത്തു. അങ്ങനെ ഞങ്ങളുടെ കാശി യാത്രയിലെ ലാസ്റ്റ് ദിവസത്തെ കാഴ്ചകളെല്ലാം ഏതാണ്ട് കഴിഞ്ഞിരുന്നു. ഇനി ഞങ്ങൾക്ക് ഷോപ്പിങ്ങിനൊക്കെയുള്ള സമയമാണ്. ഈ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് ഇടയാക്കിയ ശ്രീ മദൻ മോഹൻ മാളവ്യയുടെ വലിയൊരു പ്രതിമയാണ് നമ്മൾ എൻട്രൻസിൽ തന്നെ കാണുന്നത്. അങ്ങോട്ട് പോയപ്പോൾ നിങ്ങളേത് കാണിച്ചു തരാനായിട്ട് കഴിഞ്ഞില്ല. എല്ലാവരും അവിടെ വന്നു നിന്നും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ബനാറസ് സാരികൾക്കും തുണിത്തരങ്ങൾക്കും ഒക്കെ പേരുകേട്ട വാരണാസിയിൽ തുണികളുടെ വലിയ മില്ലുകളും ഷോറൂമുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സാരി വാങ്ങാൻ ഒക്കെ പോവുകയാണ്. കിട്ടിയ സൈക്കിൾ റിക്ഷകളിലൊക്കെ കയറി ഷോപ്പിങ്ങിന് പോവാണ്. ഷോപ്പിംഗ് കഥ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.